അവർ കേസ് കൊടുക്കുമ്പോൾ ആലോചിക്കേണ്ടിയിരുന്നതൊക്കെ. ഇനി നമ്മൾ പിന്നോട്ടില്ല. ഇതിൻ്റെ അറ്റം എന്താണോ അവസാനം വരെ നമ്മൾ പോയിരിക്കും. ഇവർ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് കുടുംബം തകർക്കുക, രണ്ട് ഫീൽഡ് ഔട്ട് ആക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഞങ്ങൾക്ക് തുടക്കം മുതലേ ആശ്വാസമാണ്. കാര്യം നമുക്കറിയാം ഇത് കോടതിയിൽ നിൽക്കില്ല എന്നുള്ളത്. നമ്മളുടെ ഈഗോ ക്ലാഷുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഇവരൊരു സ്ഥിരം പരിപാടിയാക്കിയിരിക്കുന്ന ഒരു സാധനമാണ്. ആരൊക്കെ ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവും, എത്ര ഫാമിലീസ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും, എത്ര ആൾക്കാർ ഇല്ലാതായി കാണും, എത്ര ആൾക്കാർ സൂയിസൈഡ് ചെയ്ത് കാണും. ഇവരാരെയൊക്കെ എങ്ങനെയൊക്കെയാണ് മാനസികമായിട്ടും ഇവരാരെയൊക്കെയാണ് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങളൊക്കെ പുറത്തു വരും. അദ്ദേഹം വന്ന് കണ്ടതുപോലെയാണ് സംസാരിക്കുന്നത്. ഭയങ്കര ഘോരമായിട്ടിരുന്ന് ഇന്ന വകുപ്പ് പ്രകാരം ശ്രീകുമാറിനെ അകത്തിട്ട ശ്രീകുമാർ പുറം ലോകം കാണില്ല. നിവിൻ പോളിക്കെതിരെ വന്ന പരാതി അവര് പറയുന്ന ആ പശ്ചാത്തലത്തിൽ നിവിൻ പോളി അന്നില്ല, ആ സ്ഥലത്തേ ഇല്ല. അദ്ദേഹം അന്ന് ഇവിടെ ഷൂട്ടിലാണ്. ആ ഷൂട്ടിംഗ് ക്രൂ മൊത്തം സാക്ഷിയാണ്. പക്ഷേ ഇവർ പറയുന്ന പശ്ചാത്തലം എന്ന് പറയുന്നത് ചാനലിന്റെ തുടക്കം മുതൽ ഈ പ്രോഗ്രാമിലുള്ള ഒരാളാണ് ഞാൻ. പ്രോഗ്രാം നിന്ന് പോരുന്ന ആഗ്രഹം ഉള്ളത് കൊണ്ടാണ്, വേറെ ഒന്നുമല്ല. ചില പ്രോഗ്രാമിന് ചില ലൈഫുണ്ട്, അതുവരെ പോകുള്ളൂ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ഹായ്, ഹലോ, നമസ്കാരം. മലയാളത്തിലെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഒട്ടും പറഞ്ഞു കൊടുക്കേണ്ടാത്ത രണ്ട് ആൾക്കാരാണുള്ളത്. നമ്മുടെ ശ്രീകുട്ടൻ ചേട്ടനും സ്നേഹ ചേച്ചി. നമസ്കാരം. നമസ്കാരം. ഓക്കെ, ചേട്ടൻ ഇങ്ങനെ നോക്കുക, ഇത് എന്ത് പറയുന്നത് വെച്ചിട്ട്. എല്ലാവർക്കും അറിയില്ലേ, നിങ്ങളില്ലാത്ത ഒരു ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ മലയാളികൾക്ക്? കുറവാണെന്ന് തോന്നുന്നില്ലേ? എന്തുണ്ട് പുത്തൻ വിശേഷങ്ങൾ? നല്ല വിശേഷം, നന്നായിട്ട് പോകുന്നു. കേദാർ സുഖമായിട്ടിരിക്കുന്നു? കേദാർ സുഖമായിട്ടിരിക്കുന്നു. ചേട്ടന്റെ പുതിയ അപ്ഡേറ്റ്സ് എന്താ? പുതിയ പ്രൊജക്ട് കമ്മിറ്റ് ചെയ്തോന്ന് ഒരു ന്യൂസ് ഞാൻ കേട്ടു. പുതിയ ഇപ്പം മറ്റേ ഇത് ഇറങ്ങിയതാണ് പുതിയ വിശേഷം. ശ്രീ മറന്നു കൂട്ടോ, അതുകൊണ്ട് ഞാൻ അതെ, വെബ് സീരീസ്. അതാണ് ഇപ്പോഴുള്ള വിശേഷം. പിന്നെ 1-2 പ്രോജക്റ്റുകൾ ആവുന്നേ ഉള്ളൂ. ഇപ്പൊ പറയണ്ട. പക്ഷെ ആ രഹസ്യം എനിക്കറിയാം. ഞാനിതെല്ലാം നേരത്തെ പഠിച്ചു വെച്ചു. അപ്പം നിങ്ങളെ കാണുമ്പോ, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങളെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒറ്റ കാര്യത്തിനെ പറ്റി ആയിരിക്കും. അത് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. നിലവിൽ കേസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് എന്താണ് പറയാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് സംസാരിച്ചോളാം. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഞങ്ങളെ കാണുമ്പോ ഒരാൾ പോലും ഈ കേസിനെ പറ്റി ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ നിങ്ങളോട് നേരിട്ട് ചോദിക്കുന്നില്ലായിരിക്കാം. നമ്മുടെ അടുത്ത് ആരും ഇതുവരെ എന്താണ് സംഭവിച്ചതെന്നോ അല്ലെങ്കിൽ കാര്യം അത് അന്ന് ന്യൂസിൽ വരുമ്പോൾ തന്നെ നമ്മളെ അറിയാവുന്നവർക്ക് കൃത്യമായിട്ട് ബോധ്യം ഉണ്ടായിരുന്നു അത് ഫേക്ക് ആയിട്ടുള്ള ഒരു കേസാണ് എന്നുള്ളത്. അത് പിന്നെന്താ വെച്ചാൽ അപ്പം നമ്മൾ തീരുമാനിച്ചു അതിനെ ഉറപ്പായിട്ടും നിയമപരമായിട്ട് തന്നെ നേരിടും എന്നുള്ളത്. അപ്പം നമ്മുടെ അഡ്വക്കേറ്റ് പറയുന്ന അനുസരിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കേസിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം പൂർണ്ണമായിട്ടും പറയാറായിട്ടില്ല. അതിൻ്റെ ഒരു പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ദുഃഖം എനിക്കുണ്ട്. അതല്ലെങ്കിൽ അതെ അതെ അവസാന ഘട്ടത്തിലേക്കൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊരു എന്തായാലും ഒരു നിങ്ങൾക്കൊരു ആശ്വാസത്തിന്റെ ഒരു മൊമെന്റ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങൾക്ക് തുടക്കം മുതലേ ആശ്വാസമാണ്. കാര്യം നമുക്കറിയാം ഇത് കോടതിയിൽ നിൽക്കില്ല എന്നുള്ളത്. എന്ത് പറഞ്ഞവർ നിർത്തും? എങ്ങനെ നിർത്താൻ പറ്റും? ഒരിക്കലും അവിടെ ഇപ്പം ഇവര് പറയുന്ന സ്ഥലം അല്ലെങ്കിൽ പറയുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് ഏത് രീതിയിൽ ഇവർക്ക് തെളിയിക്കാൻ പറ്റും? അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. ഇത് ഒരാളോ രണ്ടാളോ ഉള്ള സ്ഥലത്ത് വെച്ച് നടന്നു എന്നുള്ളതല്ല ആരോപിച്ചിരിക്കുന്നത്. ഒരു പറ്റം ആൾക്കാരുള്ള സ്ഥലത്താണ്. അത്രയും മനുഷ്യർ അവിടെ സാക്ഷികളായി നിൽക്കുകയല്ലേ. അവരെ എല്ലാവരെയും വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടല്ലോ. അപ്പം നമ്മളെ സംബന്ധിച്ച് അന്നും ഇന്നും എപ്പോഴും ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നിയമം അതിൽ നമുക്ക് വിശ്വാസമുണ്ട്, നമ്മൾ ജയിച്ചിരിക്കും. അത് അന്നും നമുക്ക് ഉറപ്പുണ്ട്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെയാണ് നമ്മളുടെ അഡ്വക്കേറ്റ്. അപ്പം അതിലും എനിക്ക് 100% വിശ്വാസമാണ് ഉള്ളത്.
പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഹേമ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട്. അതെ. പക്ഷെ അന്ന് മാധ്യമങ്ങൾ ആഘോഷിച്ച പല കേസുകളിലും ഇപ്പം തിരിച്ച് ഞാനതിൻ്റെ ഫോട്ടോ സഹിതം എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പം ബാലേന്ദ്ര മേനോന്റെ കേസിൽ ഒരാൾ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് അവസാനമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം ഇതൊക്കെ തിരിച്ചു വരും. ഞാൻ പറയുന്നത് ഇപ്പം ഞാനൊരു സ്ത്രീയാണ്, എനിക്കൊരു മോശം അനുഭവം ഉണ്ടായാൽ ഉറപ്പായിട്ടും ഞാൻ പ്രതികരിക്കുന്ന ആളാണ്, ഞാൻ കേസ് കൊടുക്കുന്ന ആളാണ്. അത് സത്യമായിരിക്കണം. അല്ലാതെ നമ്മളുടെ ഈഗോ ക്ലാഷുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരം നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നവർ ഉറപ്പായിട്ടും നിയമപരമായി ശിക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഇത് ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യില്ല. ഈ കേസ് വന്നതിന് ശേഷം പലതരത്തിലും പല രീതിയിലും കോംപ്രമൈസ് ചെയ്യാനുള്ള സംഗതികളൊക്കെ ഉറപ്പായിട്ടും അവർ നേരിട്ട് അല്ലെങ്കിൽ പോലും പല രീതിയിൽ നമ്മളെ അപ്രോച്ച് ചെയ്ത കാര്യങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അതെ, അതാ ഞാൻ പറയണം, അവർ കേസ് കൊടുക്കുമ്പോൾ ആലോചിക്കേണ്ടിയിരുന്നതൊക്കെ. ഇനി നമ്മൾ പിന്നോട്ടില്ല. ഇതിന്റെ അറ്റം എന്താണോ അവസാനം വരെ നമ്മൾ പോയിരിക്കും. അതിന് പിന്നെ നമുക്ക് തിരിച്ചെന്തെല്ലാമാണോ ചെയ്യാൻ പറ്റുന്നത് നിയമപരമായിട്ട്, അല്ലാതെ ഇവരെ പോലെ അങ്ങനത്തെ വാക്കുകൾ പറയാൻ നമുക്ക് പറ്റില്ല. എന്നാലും ഞാൻ പറയാണ്, ഇവരെ പോലത്തെ ഊച്ചാളത്തരം ചെയ്യാൻ എനിക്ക് പറ്റില്ല. എൻ്റെ സംസ്കാരം അതല്ല, മനസ്സിലായി. അപ്പോൾ നിയമപരമായിട്ട് തന്നെ നമ്മൾ അതിനെ നേരിടും. ചേട്ടാ, നിങ്ങൾ പേരാരെയും പറയുന്നില്ല, പേരാരെയും പറയുന്നത് ശരിയല്ല, അല്ലെങ്കിൽ ഇതിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിൽ പോലും നിങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു കേസ് വരുമ്പം ചേട്ടൻ്റെ മാനസികാവസ്ഥ ശരിക്കും ആ സമയത്ത് എന്തായിരുന്നു? ഇതിൽ ഈ ബൂമറാങ് എന്ന് പറഞ്ഞൊരു സംഭവം അറിയാമോ? ഞങ്ങൾ ഈ ഇടയ്ക്ക് ഓസ്ട്രേലിയയിൽ പോയിരുന്നു. ഞാനും സുനിലേട്ടനും ജയപ്രകാശ് കുളൂർ മാഷിൻ്റെ ടാർസൺ എന്ന് പറഞ്ഞൊരു നാടകമായിട്ട്. അപ്പോൾ അവരുടെ മെയിൻ ഒരു ഗെയിം പ്രോപ്പർട്ടിയാണ് ബൂമറാങ്. അറിയോ? അത് എറിഞ്ഞാൽ ഇങ്ങനെ കറങ്ങി അല്ല, നമ്മൾ സയൻസിൽ പഠിക്കുമല്ലോ ബൂമറാങ്. അത് നമുക്ക് കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടുണ്ടോ? ചെറുത് ലാബിലുണ്ട് ഈ സാധനം. അതിന്റെ നമ്മൾ എറിയുമ്പോഴത്തേക്ക് തിരിച്ചു വന്ന് കാണാൻ ഭയങ്കര രസമാണ്. അപ്പോൾ നമ്മൾ എറിയുന്ന ആ വസ്തു തിരിച്ചു വന്ന് ചിലപ്പം കയ്യിൽ കറക്റ്റ് പിടിക്കാൻ വേണ്ടില്ലെങ്കിൽ തലയിൽ വന്നിരിക്കും. ഭയങ്കര പെയിനാണ്. അതുപോലൊരു അവസ്ഥയിൽ കൂടെയാണ് ഇത്തരം ആൾക്കാർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെയും വേറെ കുറേ പറയും, താൻ കുഴിച്ച കുഴി എന്നൊക്കെ പറയില്ലേ, അതുപോലെ കുറേ സംഭവങ്ങളിലൂടെ. അല്ല, പിന്നെ ഇതിലുള്ള ഒരു കാര്യം എന്താണെന്നറിയുമോ, ഞാൻ അതിനോട് ചേർത്ത് ഞാൻ പറയണതെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ഇങ്ങനത്തെ നിയമങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഒരു വട്ടം രക്ഷപ്പെടാൻ വേണ്ടി ഒരു കേസ് കൊടുക്കുന്നു, അത് കൊള്ളാം, മീഡിയകൾ ആഘോഷിക്കുന്നു. എനിക്ക് അത്യാവശ്യം നല്ല ഇങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ സെന്റിമെന്റൽ അപ്രോച്ച് കിട്ടുന്നു, ധീരയായ വനിത എന്ന് പറയുന്നു, ഭയങ്കര വലിയ അമ്മ എന്ന് പറയുന്നു. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ഇത് കൊള്ളാല. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഡൗൺ ആയി എന്ന് തോന്നുന്ന സമയത്ത് എന്നാ അടുത്തത് അങ്ങ് എടുത്തിട്ടേക്കാം, അടുത്തതും എടുത്തിടുന്നു. പക്ഷെ അത് തെറ്റിപ്പോയി, എടുത്തിട്ട സ്ഥലം തെറ്റിപ്പോയി. വേറെ ആർക്കെതിരെ ഇട്ടാലും കുഴപ്പമില്ലായിരുന്നു. ശ്രീകുമാറിനെതിരെ ഇട്ടാൽ ശ്രീകുമാർ ഒറ്റയ്ക്കല്ല, കട്ടക്ക് നിൽക്കാൻ ഞാനുണ്ട് എന്നുള്ളത് അവർ ഓർത്തില്ല. അവിടെയാണ് അവർക്ക് തെറ്റ് പറ്റിപ്പോയത്. ഞാൻ പറയുന്ന വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ അവർ വിചാരിച്ച കാര്യങ്ങൾ അവരെന്താണ് വിചാരിച്ചിട്ടുള്ളതെന്ന് കൃത്യമായി എനിക്കറിയാം. കാര്യം എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു ഫീൽഡിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് 15 വർഷമായി. എനിക്ക് അത്യാവശ്യം നല്ല സുഹൃത്തുക്കളുള്ള ഒരാളാണ്. ഒരാളോടും അങ്ങനെ ഒരു വഴക്കിനോ കാര്യത്തിനോ പോകുന്ന ആളല്ല. ഇപ്പം നിങ്ങളുടെ ചാനലായിരുന്നു നമ്മുടെ ജനറൽ ബോഡിയുടെ പാർട്ട്ണർ, അതായത് മാ അസോസിയേഷൻ. അവിടെ വരുമ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ സംസാരിക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല അവിടെ. എല്ലാവരും കാര്യം ഞാൻ അങ്ങനെയാണ് ഇടപെടാറ്. അപ്പോൾ ഈ പറയുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം എങ്ങനെയുള്ളവരാണ് എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇവർ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് കുടുംബം തകർക്കുക, 2 ഫീൽഡ് ഔട്ട് ആക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അല്ല, അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടല്ലോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾ അങ്ങനെ ചെയ്യില്ലല്ലോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. പെട്ടെന്നല്ല, ഇതൊക്കെ ഇല്ല ഞാൻ പറയുന്നതേ. ഇപ്പം നമ്മൾ പറയും, പലർക്കും പല രീതിയിലുള്ള ഫ്രസ്ട്രേഷനുകളായിരിക്കും. ഇതിപ്പം ഞാൻ ഒരു കേസിലല്ല ഞാൻ പറയുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാം ആഘോഷിക്കുന്ന ആളാണ്. ഇത് കണ്ടിട്ട് എന്നെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. വേറെ പണിയൊന്നുമില്ല ഈ ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിക്കാൻ. എന്തുകൊണ്ടാണ് അവർ പറയണത്? അവർക്കത് പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ അവർക്കത് പറ്റുന്നില്ല. അപ്പം എന്നെ കുറ്റം പറയാണ്, എന്തിനവൾ ആഘോഷിക്കുന്നു. ഞാൻ യാത്ര പോകാൻ ഇഷ്ടപ്പെട്ട ആളാണ്, ഞങ്ങൾ ഒരുപാട് യാത്രകൾ പോകുന്നവരാണ്. അവൾക്ക് എപ്പോഴും ഈ യാത്ര പോക്ക് തന്നെയാണോ പണി? എന്ത് കാര്യം? അവർ പോകുന്നില്ല,
അവർക്ക് പോകാനും പറ്റുന്നില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ അവർക്ക് പറ്റാത്ത ചില കാര്യങ്ങൾ ഒരു പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ കാണുമ്പോൾ ഒരു ഇതെങ്ങനെയെങ്കിലും ഒന്ന് തകർക്കണമല്ലോ എന്ന് തോന്നാം, സ്വാഭാവികം. പക്ഷെ അതിന് തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങൾ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ തല തന്നെ കൊണ്ടുപോകും, അത്രയേ ഉള്ളൂ അതിൽ കാര്യം. ഒരു സ്ത്രീ എന്ന രീതിയിൽ ചേച്ചിയോട് ഞാൻ ചോദിച്ചോട്ടെ, വുമൺ കാർഡ് ഇറക്കുക എന്ന് പറഞ്ഞ ഒരു സംഭവം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. പക്ഷെ ഇപ്പം സ്ത്രീകൾക്ക് അങ്ങനെ ഒരു സാധനം കൊടുത്തിട്ടുള്ളത് കൊണ്ട് പലരുടെയും മനഃപൂർവ്വമായിട്ട് അങ്ങനെ അടിച്ചമർത്തുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടല്ലോ. ഇപ്പം നമ്മളുടെ അനുഭവത്തിൽ നിന്ന് നമ്മളത് പഠിച്ചല്ലോ. നാളെ ഒരു സമയത്ത് ഒരു സ്ത്രീക്ക് ജെന്യൂൻ ആയിട്ട് ഒരു കംപ്ലൈന്റ് പോലും കൊടുക്കാത്തൊരവസ്ഥയിലേക്ക് ജെന്യൂൻ ആയിട്ടുള്ള ഇപ്പം എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ, നമുക്ക് ഏറ്റവും വളരെ എന്താ പറയുക, നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു നിയമവ്യവസ്ഥയും നിയമപാലകരും നമുക്കുണ്ട്. ഇത് അവർക്ക് ലോഡ് കൂടുതലാക്കുകയാണ്. അതായത് സത്യസന്ധമായ കാര്യങ്ങൾ അന്വേഷിക്കാൻ തന്നെ അവർക്ക് സമയം തികയാത്ത അവസ്ഥയിലേക്ക് വന്നു. എന്തുകൊണ്ട്? ഇങ്ങനത്തെ ഈ കേസുകൾ. പക്ഷെ ഈ കേസുകൾ കൊടുക്കുമ്പോൾ അതിന്റെ പ്രൊസീജിയർ വഴി അവർക്കും പോയേ പറ്റൂ. ആ പ്രൊസീജിയറുകൾ കഴിഞ്ഞ് അത് കോടതിയിൽ കൊടുത്ത് കോടതിയുടെ ഇത് വന്നു, മനസ്സിലായില്ലേ? അതിനൊരു കാലതാമസം ഉണ്ട്. അതിന് വേറൊരു കാര്യം, നിയമവ്യവസ്ഥയെ കളിയാക്കുക എന്ന് പറയുന്ന സാധനമുണ്ട്. അത് ഇത്തരം സംഭവങ്ങൾ കൊടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് കേസുകൾ ഇങ്ങനെ വളരെ കാലം ഇങ്ങനെ നീണ്ടിങ്ങനെ പോകുന്നില്ലേ. ജെന്യൂനായിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ അനുകൂലമായി കിട്ടേണ്ട വിധികൾ ഉണ്ടാവേണ്ട ഒരുപാട് കേസുകൾ ഇങ്ങനെ കാലങ്ങളോളം ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ ഇത് അന്വേഷിക്കുന്ന ആൾക്കാരും എന്ന മണ്ടന്മാരാണോ? എന്താണ് അവർക്ക് വേറെ കാര്യങ്ങളില്ലേ? ഇന്ന ഒരാൾ ഇന്നത് പറഞ്ഞു, അതുകൊണ്ടാണ് ഈ റീസെൻ്റ് ആയിട്ട് ഒരു വിധി വന്നത്. ഇങ്ങനെ നമ്മൾ എന്താണ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് കേസ് കൊടുക്കുന്ന ആൾക്കാരെ അപ്പൊ തൂക്കി എടുത്തോണ്ട് പോകും. അല്ല, അത് അങ്ങനെ തന്നെ വരണം. ഇങ്ങനെയുള്ള ആൾക്കാരെ ഒതുങ്ങുള്ളൂ. ഇങ്ങനെയുള്ളവർ അങ്ങനെ ഒതുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പൊ ഇവരുടെ ഒരു രീതികൾ അനുസരിച്ച് കളിക്കാൻ നമ്മളുടെ സംസ്കാരം നമ്മൾ സമ്മതിക്കില്ല. അങ്ങനെയുണ്ട് ഒരു പ്രശ്നം. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഇതിനെ നിയമത്തിന്റെ ഭാഷയിൽ നേരിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും അപ്പോഴും നിൽക്കുന്നത്. അപ്പം നിങ്ങൾ രണ്ടുപേരും ഇൻഡസ്ട്രിയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇത്തരം കേസുകൾ വരുമ്പോൾ നിങ്ങളുടെ കരിയറിനെ അത് കുറച്ചെങ്കിലും ബാധിച്ചിട്ടുണ്ടാവില്ലേ? അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു സംശയം, ഇത് എന്താണിത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നിട്ടുണ്ട്? അല്ല, കരിയറിനെ ബാധിച്ചിട്ടില്ല എന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ എന്ത് തന്നെ ആയാലും ആ ഒരു ഒറ്റ ദിവസത്തെ ന്യൂസ് ചാനലുകളിൽ ഇവരുടെ രണ്ടുപേരുടെയും പടം വന്ന സമയത്ത് അല്ലേ, അപ്പം അവര് നമ്മളോട് ചോദിച്ചിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം ഉണ്ടോ. അവര് ഏതോ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ അറിയുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇവരുടെ രണ്ടുപേരെ ഫോട്ടോ വെച്ച്. എന്നാൽ ഈ പറയുന്നവരുടെ ഫോട്ടോ ഒന്നും അവർ കൊടുത്തിട്ടില്ലല്ലോ, മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ ഉറപ്പായിട്ട് നമ്മളെ ബാധിക്കും. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ നിന്നുള്ളതല്ല, പുറത്തുനിന്നുള്ള പടങ്ങളെ അത് ബാധിക്കും. കാര്യം ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് OTT എന്ന് പറയുന്നത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കേസായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്ക് OTT-ൽ നിന്ന് ഇത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതൊരു സത്യമാണ്. തീർച്ചയായിട്ടും അതൊരു വലിയ പേയ്മെന്റ് ഒക്കെ കിട്ടുന്നതാണ് OTT എന്ന് പറയുമ്പോൾ പിന്നല്ലേ. അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ ഇപ്പോഴും ശ്രീയോട് ഞാൻ അതേ പറയുന്നുള്ളൂ, നമുക്കുണ്ടായ നഷ്ടങ്ങൾ, മാനസിക വിഷമം അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം എന്നുള്ളതിനൊക്കെ അതിനൊക്കെ മറുപടി പറയേണ്ടി വരും അവരെ. അതിനൊക്കെ നിയമവ്യവസ്ഥയുണ്ട്, നിയമമുണ്ട്. അതൊക്കെ നമ്മൾ തിരിച്ച് കൃത്യമായിട്ട് ആ റൂട്ടിൽ തന്നെ പോകും. ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച കാര്യം, ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴും സ്നേഹ ചേച്ചി ഇടയ്ക്ക് ഒരു വീഡിയോ ആയിട്ട് വന്നു, ചേട്ടൻ ഒരു അക്ഷരം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ആയിട്ട് പോലും ഇട്ടിട്ടില്ല. കേസിനെ ബാധിക്കും എന്നത് മാറ്റി നിർത്തിയാൽ എന്തുകൊണ്ടാണ് അങ്ങനെ മിണ്ടാണ്ടിരിക്കാം എന്നുള്ളൊരു തീരുമാനം എടുത്തത്? മിണ്ടാണ്ടിരിക്കുക എന്നുള്ളത് ഒന്നാമത് എൻ്റെ സ്വഭാവത്തിലുള്ളതാണ്. ഞാനധികം അങ്ങനെ സംസാരിക്കുന്നത്, എനിക്ക് വളരെ അടുത്ത സുഹൃത്തുക്കളുടെ അടുത്ത് മാത്രമൊക്കെ സംസാരിച്ചു പോകുന്ന ഒരാളാണ്. പിന്നെ ഈ കേസിനെ സംബന്ധിച്ചിട്ട് ഞങ്ങൾ അഡ്വക്കേറ്റോട് സംസാരിച്ചപ്പോഴത്തേക്ക് യാതൊരു രീതിയിലും പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ഇപ്പം ഇതിനു മുമ്പേ പല കേസുകളുണ്ടായിരുന്ന സമയത്തും പലരും വന്ന് മീഡിയയുടെ മുമ്പിൽ വന്ന് പറയുകയൊക്കെ ചെയ്തു. പക്ഷേ ഇതിനെ സംബന്ധിച്ചിട്ട് ഇവരൊരു സ്ഥിരം പരിപാടിയാക്കിയിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിനെ ഏത് രീതിയിൽ നമുക്ക് ഇപ്പം ജനങ്ങളുടെ അടുത്ത് നമുക്ക് പറയുന്നതിനേക്കാളും നമ്മുടെ സത്യസന്ധത ഈ ഇത്തരം ആൾക്കാരെ മുമ്പോട്ട് കൊണ്ടുവരാന്നുള്ളതും കൂടെ എൻ്റെ കൂടെ ഒരു ആഗ്രഹമാണ്, എൻ്റെ ഫാമിലിയുടെ ആഗ്രഹമാണ്, ഞാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ആഗ്രഹമാണ്. ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലായിരുന്നു. ആ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
ആ കാര്യങ്ങൾ പല പല സ്ഥലങ്ങളിൽ നിന്ന് പല പല ഇൻഫർമേഷൻസ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതെല്ലാം പുറത്തു വരും. ഇവരാരെയൊക്കെ എങ്ങനെയൊക്കെയാണ് മാനസികമായിട്ടും ഇവരാരെയൊക്കെയാണ് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങളൊക്കെ പുറത്തു വരും. അപ്പോൾ അറിയട്ടെ. അപ്പം നമ്മൾ വന്നിട്ട് പറയാൻ പാടില്ല, അങ്ങനെ ചില കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് നിയമത്തിലുണ്ട്. അപ്പോൾ നമ്മൾ അതെന്താ അറിയാമോ, ഇപ്പൊ നമ്മളിത് പറയുമ്പം എപ്പോഴും ഇപ്പൊ ഞാൻ ആ ഒരു വീഡിയോ ഇട്ട സമയത്ത് തന്നെ റിയാക്ഷൻ വീഡിയോ ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും അവരെല്ലാവരും പറഞ്ഞത് നിവിൻ പോളിക്ക് പറയാം, പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറഞ്ഞൂടാ. പിന്നെ അതിൽ ഒരാൾ പറഞ്ഞതാണ് എനിക്ക് ഏറ്റവും ചിരി വന്നത്, നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിലും വന്ന് പറയണം, എന്നിട്ട് പിന്നെ ആ ഒരു സത്യം പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ എന്ന്. എന്ത് പൊട്ടനാണ് അയാളെന്നാണ് ഞാൻ ആലോചിക്കണത്. അപ്പം അങ്ങനെയൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റിയ കാര്യമേ അല്ല ഇത്. അത് ഇങ്ങനെ ഒരു കേസ് അവർക്ക് വരുമ്പോഴേ അവർക്കത് പഠിക്കുള്ളൂ. നമ്മുടെ മാനസികാവസ്ഥ പരിഗണിക്കണം, ബാക്കി മാനസികാവസ്ഥ മാത്രല്ലടാ, ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കേസ് വന്നാൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. ഈ വാർത്ത വന്നതിന്റെ അന്ന് രാത്രി 10 മണിക്കാണ് നമ്മുടെ അഡ്വക്കേറ്റ് നമ്മുടെ വീട്ടിൽ വരുന്നതും. അവള് പറയുമ്പോഴാണ് ഇത് ഇത്ര സീരിയസ് ആണെന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിക്കണം എന്താണ്, നമ്മളത് ചെയ്തിട്ടില്ല എന്ന് പോയി പറഞ്ഞാൽ പോരെ. ഇനി ആ കേസാണെങ്കിൽ തന്നെ നമ്മൾ പോയി പറഞ്ഞാൽ പോരെ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോഴാണ് അവള് പറയുന്നത് അതല്ല, ഒരു സ്ത്രീ കൊടുക്കുമ്പോൾ ഇന്ന വിഷയങ്ങൾ അതിലുണ്ട് എന്ന്. അത് നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല ഈ നിയമം കിടക്കുന്നത്. അപ്പൊ ഒരിക്കലും ഞാനത് ചെയ്തിട്ടില്ല എന്നെ അറസ്റ്റ് ചെയ്തോളൂ എന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. പിന്നെ നിവിൻ പോളിയുടെ കേസ് പറഞ്ഞാൽ എന്താ വെച്ചാല്, നിവിൻ പോളിക്കെതിരെ വന്ന പരാതി അവര് പറയുന്ന ആ പശ്ചാത്തലത്തിൽ നിവിൻ പോളി അന്നില്ല, ആ സ്ഥലത്തേ ഇല്ല. അദ്ദേഹം അന്ന് ഇവിടെ ഷൂട്ടിലാണ്. ആ ഷൂട്ടിംഗ് ക്രൂ മൊത്തം സാക്ഷിയാണ്. പക്ഷേ ഇവര് പറയുന്ന പശ്ചാത്തലം എന്ന് പറയുന്നത് ആ സമയത്ത് ഇവര് രണ്ടുപേരും അതേ സ്ഥലത്തുണ്ട്, ഒരു ലൊക്കേഷനാണത്. അപ്പം അവിടെ നമ്മൾ ഉണ്ട്, അവിടെ ഉള്ള നമ്മൾ ഇത് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കും വരെ നമുക്കിതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റില്ല. പാടില്ല, നമ്മുടെ നിയമം അത് സമ്മതിക്കുന്നില്ല. അത് അപ്പൊ നമ്മൾ വിചാരിക്കുന്ന എന്താണ്, നമ്മളെ രക്ഷിക്കാൻ ഈ പറയുന്ന യൂട്യൂബ് റിയാക്ഷൻ ചെയ്യുന്നവർക്ക് ഓൺലൈൻ മീഡിയയ്ക്ക് സാധിക്കില്ല. നമ്മളെ രക്ഷിക്കാൻ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്കേ പറ്റൂ. അപ്പം നിയമപരമായി നമുക്ക് എങ്ങനെ അതിനെ ഡീൽ ചെയ്യാം, അതാണ് നമ്മൾ ചിന്തിച്ചത്. അതിനു വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ കുറേ സമയമായിട്ട്, കുറച്ച് ദിവസങ്ങൾ. മനസ്സിലായില്ലേ? അത് വെറുതെ ഉള്ള ഒരു ഇതല്ല. ഈ പറയുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ എങ്ങനെയൊക്കെ ലോക്ക് ചെയ്യാമോ അങ്ങനെയൊക്കെ ലോക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള സാധനങ്ങൾ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഷൂട്ടിംഗ് സമയങ്ങളിൽ ഫോൺ ചെയ്താൽ, ഇപ്പം നമ്മളൊരു എമർജൻസിക്ക് വിളിച്ചാൽ പോലും ശ്രീയുടെ ഫോണിൽ കിട്ടാറില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ, അവിടുത്തെ കൺട്രോളർ അല്ലെങ്കിൽ മേക്കപ്പ് അങ്ങനെ ആരുടെയെങ്കിലും നമ്പർ എൻ്റെ കയ്യിലുണ്ടാവും, അങ്ങനെ വിളിച്ചാണ് നമ്മൾ പറയാറ്. അപ്പോൾ അവിടെയുള്ള സെറ്റിലുള്ളവർക്കും ഇത് കേട്ടപ്പോൾ സത്യത്തിൽ ആദ്യം ചിരിയാണ് വന്നത്. പിന്നെ ഇങ്ങനെ ഒരു കേസ് ആയതുകൊണ്ട് നമുക്ക് അതിനെ സീരിയസ് ആയിട്ട് അപ്പിയർ ചെയ്തേ പറ്റൂ, അത്രയേ ഉള്ളൂ. അതല്ലാതെ ഇപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് എൻ്റെ ഓൺലൈൻ സ്റ്റോറിൻ്റെ സാരിയുടെ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ആ വീഡിയോ എടുക്കുന്ന രാത്രി ഒരു 10 മണിക്ക് ശേഷമൊക്കെ പറ്റുള്ളൂ. കാര്യം മോൻ സമ്മതിക്കില്ല, ശബ്ദം ഉണ്ടാക്കും. ശബ്ദം ഇല്ലാതെ എടുക്കാൻ രാത്രി. അപ്പോൾ ശ്രീയുടെ അടുത്ത് വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ ശ്രീ അങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച്, അപ്പം എന്താ വെച്ചാൽ മൊത്തം തലയുണ്ടാവില്ല, അല്ലെങ്കിൽ സാരിയുടെ ബോർഡർ കാണിക്കാൻ. അവസാനം ഞാൻ എന്താ വെച്ചാൽ റിംഗ് ലൈറ്റ് മേടിച്ചിട്ട് ഞാൻ തന്നെ സ്വന്തമായി എടുക്കാൻ തുടങ്ങി. അത്ര വിദഗ്ധമായിട്ട് വീഡിയോ എടുക്കാൻ കഴിവുള്ള അല്ല, വീഡിയോ എടുത്തെന്ന് പറഞ്ഞില്ല, വേറൊരാള് ചിത്രീകരിച്ചത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നേ പറയുന്നു. അല്ല, അത് ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഈ FIR-ലുള്ള കാര്യങ്ങൾ ശരിയായിട്ട് തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെന്ന് എനിക്ക് സംശയമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച്, ഒരാളെ സംബന്ധിച്ച് അത് പുറത്തു വിടാൻ പാടില്ല, അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ എനിക്ക് അത്ഭുതം തോന്നിയത് എന്താ വെച്ചാൽ, യൂട്യൂബില് പണ്ട് പോലീസായിട്ട് റിട്ടയർഡ് ആയ ഒരാളിരുന്ന് ഭയങ്കര ഘോരം ഈ കേസ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ ഞാൻ പേഴ്സണലായിട്ടൊന്ന് വിളിക്കുന്നുണ്ട്. ഭയങ്കര ഘോരമായിട്ടിരുന്ന് ഇന്ന വകുപ്പ് പ്രകാരം ശ്രീകുമാറിനെ അകത്തിട്ട ശ്രീകുമാർ പുറം ലോകം കാണില്ല എന്നൊക്കെ പറഞ്ഞ പുള്ളിക്കാരൻ ഇരുന്ന് പറയുന്നത്. വേറൊരു കാര്യം കൂടെ ഉണ്ട്, അത് പറഞ്ഞാൽ ആ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് പറയുമ്പോൾ
ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. എക്സ്പീരിയൻസ് ഉള്ള അപ്പോൾ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഭയങ്കര കഥയാണ് പറയണേ. ഭയങ്കര കഥ പറയാൻ ഭയങ്കര രസമായിട്ടാണ് പറയണത്. കണ്ടിട്ടുണ്ട് വീഡിയോ. അദ്ദേഹത്തിന്റെ വീഡിയോ ഞാനും കാണാം. അപ്പൊ ഞാൻ ഭയങ്കര രസമായിട്ട് ഇരുന്ന് കേൾക്കും. ഞാൻ ഇരുന്ന് കാണാറുണ്ട് ആ വീഡിയോ. അപ്പൊ ഞാൻ അടുത്ത എപ്പിസോഡ് അങ്ങനെ ഇത് നമുക്ക് ഇന്ന് വന്നപ്പോഴത്തേക്ക് അതിനെ കുറിച്ചിട്ട് എന്ത് പറയുന്നു ഞാൻ നോക്കിയപ്പോഴേ അല്ല പുള്ളി പറഞ്ഞ ഞാൻ പറയാം. അതിലെ നടി തുണി മാറുമ്പോ കാരവാനിലോ ഇവിടെ അതായത് ഇദ്ദേഹം അവിടെ വന്ന് നിൽക്കുന്ന പോലെയാണ് ഇദ്ദേഹം സംസാരിക്കണേ. ഇദ്ദേഹം ഇത്രയും നാള് ഇതുപോലുള്ള ആൾക്കാരൊക്കെ ഇത് ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ ഇവരെങ്ങനെയായിരുന്നിരിക്കാം മറ്റുള്ളവരെ, ഒരു സാധാരണക്കാരൊക്കെ വരുമ്പോഴേ പല പല അവസ്ഥകളിൽ കൂടെ പോണ ആൾക്കാരായിരിക്കും. ചിലപ്പോൾ പെട്ടുപോണ ആൾക്കാരുണ്ടാവും. ഇവരെങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവുക, ഇവരുടെയൊക്കെ കേസുകളൊക്കെ ആരൊക്കെ ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവും, എത്ര ഫാമിലീസ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും, എത്ര ആൾക്കാർ ഇല്ലാതായി കാണും, എത്ര ആൾക്കാർ സൂയിസൈഡ് ചെയ്ത് കാണും. മനസ്സിലായില്ലേ? ഇതിപ്പോ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മളെ അറിയാമെന്നുള്ള കുറച്ച് പേര് നമ്മുടെ ചുറ്റിനും ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ മുമ്പോട്ട് വരാനും നമ്മുടെ കാര്യങ്ങൾ അതല്ല ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഇദ്ദേഹം അല്ലാതെ വേറൊരാളാണ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്യിക്കണം, അയാളുടെ ഫാമിലിയെ കൺവിൻസ് ചെയ്യിക്കണം, അയാളുടെ അച്ഛനെ, അമ്മയെ, സഹോദരങ്ങളെ, മറ്റുള്ള ആൾക്കാരെ. ഇനി കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ അച്ഛനെ, എൻ്റെ അമ്മയെ, എൻ്റെ സഹോദരങ്ങളെ. പെണ്ണ് കിട്ടുന്നതിന് കെട്ടാത്ത കാര്യം പറഞ്ഞ കെട്ടിയില്ലെങ്കിൽ പോലും നമ്മളിപ്പോ കെട്ടാത്ത ഒരാളാണെങ്കിൽ വർഷങ്ങളായിട്ട് കെട്ടാതെ നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ അച്ഛനെയും അമ്മയും അദ്ദേഹത്തിന്റെ കുടുംബക്കാരെയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെയും ഒക്കെ അദ്ദേഹത്തിന് അവരുടെ മുമ്പിൽ പോണ്ടേ. അപ്പം ഇത്തരം ഒരു അവസ്ഥയിൽ ഇവര് പലരെയും എത്തിച്ചിട്ടുണ്ട്. അപ്പം ഇനി അങ്ങനെ പാടില്ല, ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതുപോലെ ന്യൂസ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഇത്തരം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്തിരുന്ന ആൾക്കാർ ഇതുപോലെ ഒന്ന് പറയുമ്പോഴത്തേക്ക് അവരൊന്ന് ആലോചിക്കണം. അല്ലെങ്കിൽ അവര് ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഈ പറയുന്ന സംസാരിക്കുന്ന ആള് എന്നോട് സംസാരിക്കണം. എന്താണ് അപ്പൊ അദ്ദേഹം എന്റെ പേരൊക്കെ നിങ്ങളെ വിളിച്ചായിരുന്നു? അല്ല, ആരും വിളിച്ചിട്ടില്ല, നമ്മളാരും വിളിച്ചിട്ടില്ല. ഈ പറയുന്ന ഒരു യൂട്യൂബേഴ്സും നമ്മളോട് പേഴ്സണലി ചോദിച്ചിട്ടില്ല എന്താന്നുള്ളതൊന്നും. ഇവര് ന്യൂസിൽ കാണുന്നു, അതിനെ തിരിച്ചടിക്കുന്നു. അപ്പൊ പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോ ഞാൻ ഒരു വീഡിയോ ഇടുന്നു, പിന്നെ അതിനെ തിരിച്ചടിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കണം. അല്ല, അതായിക്കോട്ടെ, പക്ഷെ മറ്റുള്ളവർ ചെയ്യും പോലെ അല്ല ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. മറ്റുള്ളവരെ നമ്മൾ പറയുന്നില്ല, പക്ഷെ ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാവുമ്പോൾ പുള്ളി കാണിക്കേണ്ട ചില മാന്യത അതിൽ ഇല്ല എന്ന് എനിക്ക് തോന്നി. അപ്പൊ അതുകൊണ്ട് നിയമവശം അറിയാന്നുള്ള ഒരാള് ആണല്ലോ അത് വിശ്വസിക്കും. അപ്പം എന്തായാലും പുള്ളി അദ്ദേഹം വന്ന് കണ്ടതുപോലെയാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇവരൊക്കെ മറ്റേ CBI ഡയറക്ടർ ഗ്രൂപ്പിലൊക്കെ ഉള്ള കഥകൾ പോലെ ഇവര് കഥകൾ മെനഞ്ഞുണ്ടാക്കുകയാണ്. ഇന്ന പോലെ നീ വന്നു, ഇന്ന പോലെ നീ ചെയ്തു, അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുകയാണ്. ഇതുപോലുള്ള ആൾക്കാരെ കാര്യം നല്ല നല്ല ഉദ്യോഗസ്ഥരും നല്ല നല്ല ആൾക്കാരും എനിക്ക് പരിചയമുണ്ട്. എനിക്ക് അടുത്തറിയാന്നുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. മനസ്സിലായില്ലേ? വളരെ അടുത്തുള്ള ആൾക്കാരുണ്ട്. ഞാൻ വളരെ ഇന്റിമസി ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഒരിക്കലും തെറ്റിദ്ധാരണ സമൂഹത്തിൽ പടർത്തരുത്. സാധാരണ ജനങ്ങളുടെ ജീവിതം ഇല്ലാതാക്കരുത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിൽ ഇത്തരം ആൾക്കാർ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇത്രയും ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇങ്ങനെ ചിരിച്ച് അല്ലെങ്കിൽ വളരെ ഇതായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും വേറൊരാൾക്കാണ് ഇത് സംഭവിച്ചത്. ഞാനിങ്ങനെ ആലോചിച്ചു, ഒരു അവസ്ഥ വേറെയാണ്. തീർച്ചയായിട്ടും അനുഭവിക്കുന്ന മെന്റൽ പ്രഷർ ഞാൻ പറയുന്നത് നമ്മുടെ ഫാമിലിനെയൊക്കെ അത് ഭയങ്കരമായിട്ട് ബാധിക്കില്ലേ. ഇപ്പം എന്നെ കൺവിൻസ് ചെയ്യിക്കണം അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരെ കൺവിൻസ് ചെയ്യിക്കണം എന്നൊക്കെ അങ്ങനത്തെ ഒരു സംഗതിയെ ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് വന്നിട്ടില്ല. കാര്യം ഇപ്പൊ ഈ ഒരു സംഭവം നമ്മൾ അറിയുമ്പോൾ ഞാൻ നമ്മുടെ വീട്ടിലാണുള്ളത്, അവിടെ ഉത്സവം നടക്കുകയാണ്. അപ്പൊ ആദ്യമേ അമ്മയുടെ അടുത്താണ് ഞാൻ ഇത് പറയണത്. കാര്യം അവിടെ ഉത്സവം നടക്കുന്നുണ്ട്, ആരും മൊബൈലൊന്നും നോക്കിയിട്ടില്ല. അപ്പൊ എന്നെ വിളിച്ചു പറയണത് നമ്മുടെ ഒരു സുഹൃത്താണ്, എടാ ഒന്ന് നോക്കണം, ഞാൻ വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ടെന്നുണ്ട്. അപ്പൊ എനിക്ക് അത് വെച്ചാൽ ഇതെന്താണിത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലായി ഇതാണ് സംഗതി എന്നുള്ളത്. അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അമ്മയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ചേട്ടനെയും ചേച്ചി ഒക്കെ നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് ഈ കാര്യം ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ചേച്ചിയുടെ ഹസ്ബൻഡ് രഞ്ജിത്ത് പറഞ്ഞു അത് പോട്ടെ, അത് നമുക്ക് എന്താ ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട് അഡ്വക്കേറ്റ് അവൾ വിളിച്ചു, ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു. വന്നു, കാര്യങ്ങൾ സംസാരിച്ചു. ബാക്കി കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടുകാരാണ്. ഇനി ഈ ഒരു കേസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും പ്രശ്നമല്ല. ഇതിന് ആദ്യം വേണ്ടത് ജാമ്യമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് ജാമ്യം കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ.
അതെ. ഇവിടെ ഇരുന്ന് യൂട്യൂബിലിരുന്ന് പറയാൻ ഭയങ്കര എളുപ്പാ എന്നെ അറസ്റ്റ് ചെയ്തോന്ന്. വെള്ളിയാഴ്ച കഴിഞ്ഞാൽ കോടതി അവധിയുണ്ട്, 2-3 ദിവസം നമുക്ക് അങ്ങനെ ഡിലേ വന്നു. പിന്നെ ആ കോടതിയിൽ അതിനേക്കാളും വലിയൊരു കേസ് നടക്കുന്നു, വിസ്താരം നടക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ ഡിലേ വന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ജാമ്യം. ഇപ്പൊ കോടതിയിലെത്തിയപ്പോ കോടതിക്കും മനസ്സിലായിട്ടാണല്ലോ നമുക്ക് ജാമ്യം തരുന്നത്, ഇതിൽ എത്രത്തോളം ഇത് ഉണ്ട് എന്നുള്ളത്. ജാമ്യം കിട്ടി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എൻ്റെ വീട്ടുകാർ തന്നെ നടന്നത്. ജാമ്യം 2 പേരുടെ ജാമ്യം വേണം. എൻ്റെ 2 ബ്രദേഴ്സാണ്. അതെ. അപ്പൊ അതുകൊണ്ട് ശ്രീക്ക് അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ശ്രീ വളരെ സമ്പന്നനാണ്. കേസ് കൊടുത്തവർക്ക് തെറ്റിപ്പോയി, വേറെ എവിടെയെങ്കിലും പോയി കൊടുക്കേണ്ടിയിരുന്നു. അല്ല, അവര് വേറെ പല രീതിയിൽ ഇതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഇവർ ഒന്ന് അതിനെ കുറിച്ച് തിങ്ക് ചെയ്തത്. നിങ്ങൾ ഇത്ര സ്ട്രോങ് ആണെന്നും സ്ട്രോങ് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ നേരിടുമെന്നും ആള് പ്രതീക്ഷിച്ചിട്ടില്ല. അവര് വിചാരിച്ചത് ഇവര് പണ്ട് ഇങ്ങനെ കേസുകൾ കൊടുക്കുന്ന ഒരു ശീലമുള്ളത് കൊണ്ട് അവർ വിചാരിച്ചത് നമ്മൾ പോയിട്ട് ക്ഷമ ചോദിക്കും, അല്ലെങ്കിൽ നമ്മൾ കാല് പിടിക്കും, അവരുടെ അടിമയായിട്ട് നിൽക്കും, നിങ്ങൾ പറയും പോലെ ഞാനിവിടെ അഭിനയിച്ചോളാം എന്നൊക്കെ വിചാരിച്ചു. ആ ഒരു ഇമേജ് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആരും തിങ്ക് ചെയ്യല്ല, അങ്ങനെ വിചാരിക്കാൻ. ആ കാര്യത്തിൽ ഒരു കാര്യം കൂടെ എനിക്ക് ചേർത്ത് പറയാനുള്ളത്, ആ കാര്യത്തിൽ 100% നമ്മുടെ ചാനലിനെയും കൂടെ നമ്മൾ ബഹുമാനിക്കുകയാണ്. കാരണം അവരെടുത്ത നിലപാട് കൃത്യമായിരുന്നു. ഇനി അതല്ല, ഇവരെ 2 പേരെയും മാറ്റി നിർത്തിയിട്ട്, മനസ്സിലായില്ലേ, സ്ത്രീപക്ഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയല്ല. ഇതൊക്കെ എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം. അപ്പൊ കേസ് തീരട്ടെ, കേസ് തീർന്നാൽ ചേട്ടൻ തിരിച്ചു വരുമോ ഷോ? അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കേണ്ട കാര്യമാണ്. ഇപ്പം അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പ്രേക്ഷക എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളെ കാണാനുള്ള ഒരു ഇഷ്ടം കൊണ്ട് ചോദിക്കുകയാണ്. കേസ് തെളിഞ്ഞു, നിങ്ങളുടെ ഭാഗം ജയിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിനയിക്കുമോ തിരിച്ച് ഈ ഷോയിലേക്ക്? ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ പ്രോഗ്രാമിനെ, ഞാൻ ചെയ്യുന്ന ഓരോ വർക്കിനെയും ഞാൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരാളാണ്. ഒരു ദിവസം പോലും അനാവശ്യമായിട്ടുള്ള രീതിയിൽ ഒരു അവധി എടുക്കുകയോ, നിങ്ങൾ ഈ പ്രോഗ്രാമിൻ്റെ ചാനലിൽ വിളിച്ച് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കാണുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ അവർക്കറിയാം. അപ്പോൾ ഒരു ദിവസം പോലും കാര്യം, ഞാൻ അത്രയും പാഷനേറ്റാണ്, എനിക്ക് അത്രയും ഇൻട്രസ്റ്റഡ് ആണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളൂ. അപ്പോൾ അത് സ്നേഹിക്കറിയാം. എൻ്റെ ഡെലിവറി സമയത്ത് വരാത്തവനാ, അതിലെനിക്ക് ചെറിയൊരു ദേഷ്യമുണ്ട്. അന്ന് പിന്നെ ചക്കപ്പഴം ചെയ്യണ സമയമാണ്. അപ്പം അന്ന് പെട്ടെന്ന് തീർക്കേണ്ട സീനുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കളഞ്ഞു. അപ്പൊ എനിക്ക് നോർമൽ പെയിൻ ആയിരുന്നു, ഉച്ചവരെ നോർമൽ പെയിനൊക്കെ വന്നു. പക്ഷെ എങ്കിൽ പോലും അവസാന നിമിഷം C-സെക്ഷനിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ ഡോക്ടർ പറയണത് ഹസ്ബൻഡിന്റെ ഇത് വേണം. ഡോക്ടർ ആണെങ്കിൽ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ല, ഷൂട്ട് തുടങ്ങിയ ഫോൺ മാറ്റി വെക്കും. അപ്പോൾ ഡോക്ടർ പലതവണ വിളിക്കുന്നു, ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്നു, എൻ്റെ അമ്മ വിളിക്കുന്നു, ഫോൺ എടുക്കുന്നില്ല. അവസാനം എൻ്റെ അമ്മ സൈൻ ചെയ്യേണ്ടി വന്നു. അതിലെനിക്കൊരു ചെറിയ പ്രതിഷേധം ഇല്ലാതില്ല. എന്താണ് പ്രോഗ്രാം നിന്ന് പോരുന്ന ആഗ്രഹം ഉള്ളത് കൊണ്ടാണ്, വേറെ ഒന്നുമല്ല. ആ സമയത്തൊക്കെ കൂടെയുള്ള പലരും ലീവ് എടുത്തും അല്ലാതെ മാറിയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇതായിരുന്നു. അപ്പോൾ നമ്മളായിട്ട് അവിടെ അങ്ങനെ ഒരു ബ്രേക്ക് ഉണ്ടാക്കരുതെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ്. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ തിരിച്ചു വരും എന്നുള്ളതാണ്. ഏത് തിരിച്ചു നിൽക്കുന്ന സമയത്ത് ഇപ്പൊ ഇത്രയും ഒരു ഗ്യാപ്പ് വന്നില്ലേ, നമുക്കിനി നോക്കാം എന്താണ്. കമന്റ്സിലൂടെ ആണെങ്കിലും നിങ്ങളെ അന്വേഷിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഇതൊന്നും അറിയാൻ പാടില്ലാത്ത സാധാരണ പ്രേക്ഷകരുണ്ട്. അവരൊക്കെ ഈ കമന്റ്സിൽ ഇന്നാളെ വരണം, ഇവരെവിടെ പോയി, ഇവരില്ലാത്തതുകൊണ്ട് ഒരു സുഖമില്ല എന്നൊക്കെ കമന്റ്സിലുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടെങ്കിലും ചാനലിന്റെ തുടക്കം മുതൽ ഈ പ്രോഗ്രാമിലുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതിനുശേഷം ചാനലുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പല പ്രോഗ്രാമിലും ഞാനുണ്ട്. ഇനി അടുത്തത് നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. നമ്മളുടെ വഴികൾ ഏതൊക്കെ റൂട്ടിലൂടെയാണ് പോകണമെന്ന് അറിയാൻ വയ്യല്ലോ. നോക്കാം. അപ്പം പ്രേക്ഷകരുടെ റിക്വസ്റ്റ് എന്ന നിലയിൽ ചാനൽ തിരിച്ചു വിളിച്ചാൽ നിങ്ങൾ തിരിച്ചു വരണമെന്നുള്ളതാണ്. ആലോചിക്കാം. ചക്കപ്പഴം പിന്നെ എന്താണ് സ്റ്റോപ്പ് ചെയ്തത്? ചക്കപ്പഴം ഒരു പ്രോഗ്രാമിന് ഓരോ ലൈഫുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഇപ്പം മറിമായം എന്ന പ്രോഗ്രാം ഇപ്പം 15 വർഷമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ പ്രോഗ്രാമിൽ നിന്ന് മാറിയത് മറിമായത്തിൻ്റെ 3ാമത്തെ വർഷം ഏകദേശം ആവുന്ന സമയത്താണ് ആ പ്രോഗ്രാമിൽ നിന്ന് മാറിയത്. പക്ഷേ ഇപ്പോഴും ആ പ്രോഗ്രാമിൻ്റെ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത്.
മനസ്സിലായോ? ആ പ്രോഗ്രാം എനിക്ക് തന്ന ഒരു ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നതും അതാണ്. ചില പ്രോഗ്രാമിന് ചില ലൈഫുണ്ട്, അതുവരെ പോകുള്ളൂ. അപ്പം ചിലത് കുറച്ച് നീളും, ചിലതിന് ഇതുപോലുള്ള ആൾക്കാർ അതിലുണ്ടെങ്കിൽ ചിലതിങ്ങനെ മാറും. നമുക്കറിയാമല്ലോ നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പോണേന്ന്. നല്ല പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സിറ്റ്കോംസ് ആണ്. അതില് ചക്കപ്പഴത്തിന് നിങ്ങൾ ഉപ്പുമുളന്ന് മാറി ചക്കപ്പഴത്തിൽ വരുമ്പോ അവിടെ ഉണ്ടല്ലോ, ആള് ഇവിടെ ഉണ്ട്, ഞങ്ങൾ കാണുന്നുള്ള ഒരു ധാരണയായിരുന്നു ആൾക്കാർക്ക്. അപ്പൊ ഇത് ചക്കപ്പഴവും നിന്നു, ഇപ്പൊ ഉപ്പുമുളകും നിന്നു എന്നുള്ള ഒരു അവസ്ഥയാണ്. നിർത്താനായിട്ട് നോക്കുന്ന, ഇവരെ കൂടാതെ നിർത്താൻ വേണ്ടിയിട്ട് നോക്കുന്ന ആൾക്കാരും ചിലപ്പോൾ ഉണ്ടാവാം, അറിയില്ല നമുക്ക്. ആ പ്രോഗ്രാമിന്റെ ലൈഫ് അത്രേ ഉള്ളൂ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിക്കും, തിരിച്ചു വരില്ല എന്നുള്ളത്. അതിന്റെ ആ സമയത്ത് ഓരോ യൂട്യൂബ് കമന്റ്സും റിയാക്ഷൻസ് ഒക്കെ വരുമ്പോൾ ചേട്ടന്റെ താടിയും മുടിയും വരെ പ്രശ്നമായിരുന്നു. അത്തരം വീഡിയോകൾ ചേച്ചി കണ്ടിട്ടുണ്ടായിരുന്നോ? ശ്രീമറിയുടെ താടി മുടിയൊക്കെ നീട്ടി വളർത്തിയിരിക്കുന്നു, നോർമൽ അല്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരം വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു. താടി മുടി നീട്ടി വളർത്തിയ നോർമൽ അല്ല. നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരിലേക്ക് ഒരുപാട് പേരുണ്ട്. പിന്നെ മറ്റ് നോർമൽ അല്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഞാനത് പറയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. ഏത് രീതിയിലായിരിക്കും വീഡിയോസ് വന്നിട്ടുണ്ടായിരിക്കുക എന്നറിയാം. ഇൻ കേസ് പറയേണ്ടി വന്നാൽ ഇപ്പൊ കഞ്ചാവാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബോധമില്ലാതെ ചെയ്ത കാര്യങ്ങളാണ് എന്നൊക്കെ. അപ്പൊ അതൊക്കെ കണ്ടിരുന്നോ? കണ്ടു. നല്ലതല്ലേ? നല്ലതാണ്. നമ്മൾ പിന്നെ ആ മൂഡിലിരുന്ന് കേൾക്കുമ്പോ അത് രസമാണ്, എന്തും കേൾക്കാൻ റെഡി ആയിട്ട്. നമ്മളെ സംബന്ധിച്ച് ഇപ്പം ഈ ഇവരുടെ സെറ്റിൽ എന്ന് പറഞ്ഞാൽ കുട്ടികളും കുട്ടികളുടെ പാരന്റ്സും ഉണ്ട്. അതെ. അപ്പൊ അവരിൽ ആരെങ്കിലും, ആ കുട്ടികളുടെ കാര്യം കൂടെ പറയാം. അവര് അവിടെ ഇരുന്ന് പഠിച്ചിട്ടാണ് കേട്ടോ എക്സാം ഒക്കെ എഴുതുന്നത്. അപ്പോ അതിനുള്ള സമയം കൂടെ ഒക്കെ അവർ കണ്ടെത്തിയിട്ടാണ് അവര് ചെയ്യണത്. അപ്പോ ആ കുട്ടികളും പാരന്റ്സും അടങ്ങുന്ന ഒരു സെറ്റാണ്. ആ കുട്ടികളിൽ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ പാരന്റ്സിൽ ആരെങ്കിലും ഒരാൾ ഇങ്ങനൊരു നെഗറ്റീവ് സംഗതി പറയുവാണെങ്കിൽ ഞാനത് അവിടെ പോയി അന്വേഷിച്ചിട്ടേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇറങ്ങുമായിരുന്നുള്ളൂ. മനസ്സിലായി. പക്ഷെ ഇങ്ങനെ ഒരു സംഗതി വന്നപ്പോൾ എനിക്കതിൽ 100% ഉറപ്പുണ്ട്, അത് കല്ല് വെച്ച നുണയാണെന്നുള്ളത്. അതാണ് അതിൻ്റെ വ്യത്യാസം. ഈ പറയുന്ന ആൾക്കാരെയൊക്കെ നമുക്കറിയാം. പിന്നെ അപ്പം ശ്രീയുടെ ക്യാരക്ടർ എന്താണ് എന്നുള്ളത് ഇപ്പോഴും ആ പിള്ളേര് മാമാ എന്ന് വിളിച്ച് നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്. ഇപ്പം എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, 2ാമത്തെ വീഡിയോ കണ്ടിരുന്നു, അവരൊക്കെ വന്നിരുന്നു. അവരൊക്കെ വിളിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ ഇപ്പോഴും? അങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് സാധനം ഉണ്ടെങ്കിൽ പിള്ളേര് വന്നാലും പാരന്റ്സ് സമ്മതിക്കില്ലല്ലോ. നമ്മുടെ മക്കൾ അങ്ങനെ ഒരു മോശം ആളുടെ കൂടെ സംസാരിക്കാൻ അതിനൊന്നും സമ്മതിക്കില്ലല്ലോ. അപ്പോൾ അതിനൊക്കെ അങ്ങനെ ഉത്തരം പറയാൻ പറ്റൂ. ഞാൻ പറഞ്ഞില്ലേ, ചില കാര്യങ്ങൾക്ക് അവര് പറയുന്ന അതേ രീതിയിൽ ഉത്തരം പറയാൻ നമ്മുടെ സംസ്കാരം അനുവദിക്കുന്നില്ല, നമ്മുടെ വളർന്ന സാഹചര്യം അതല്ല. അത്രേ ഉള്ളൂ. ചേട്ടാ, ഞങ്ങള് മനസ്സിൽ എപ്പോഴും ഉള്ളത് പൃഥ്വിരാജിനൊപ്പമുള്ള ആ സിനിമയിലെ വില്ലനാണ്, കട്ട വില്ലൻ. അങ്ങനെ വില്ലൻ വേഷങ്ങൾ പിന്നെ കിട്ടിയില്ലേ? എന്തുകൊണ്ടാണ് സിനിമയിലേക്ക് ആക്റ്റീവ് ആകാതെ നിൽക്കുന്നത്? ആക്റ്റീവ് ആകാതെ നിൽക്കുന്നതല്ല, എനിക്ക് നമുക്ക് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ. പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം വഴി എല്ലാവരെയും വിളിച്ച് ഓർമ്മിപ്പിക്കുക എന്നുള്ള ഇത് ആവശ്യമാണ്. പക്ഷെ എൻ്റെ ഭാഗത്തുനിന്ന് അത്തരം ഓർമ്മിപ്പിക്കൽ കുറവാണ്. അവസരങ്ങൾ ആരോടും ചോദിക്കാതെ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ടായിരിക്കാം. പിന്നെ ഇതുപോലെ നമ്മൾ ചെല്ലുന്ന സ്ഥലത്തൊക്കെ ഓരോരോ ആൾക്കാരുണ്ടാവും. ചിലരെ നമ്മൾ ഭയങ്കരമായിട്ട് പ്ലീസ് ചെയ്യേണ്ടി വരും. എനിക്ക് അത്തരം പ്ലീസിങ്ങിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരെ അടുത്ത് ഞാൻ സംസാരിക്കാറുണ്ട്. പ്ലീസിങ്ങിലൂടെ ഉള്ള റോൾസ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാൻ കാണുന്നവരടുത്ത് എനിക്ക് ഇൻറ്റിമസി ആയിട്ട് സംസാരിക്കുന്നവരടുത്തൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്. അവരടുത്ത് അവർക്കൊക്കെ എന്നെ അറിയാം. ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡയറക്ടർ, അദ്ദേഹം ഒരു മാരേജ് ഫംഗ്ഷൻ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ ഞാൻ പോയി കണ്ടു. എനിക്ക് അത്രയും താല്പര്യമുള്ളൊരു ആളാണ് അദ്ദേഹത്തെ. ആ ഡയറക്ടറിനെ ഞാൻ പോയി കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞ്, ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നെ വിളിക്കുമ്പോൾ നിനക്ക് വരാൻ വയ്യല്ലോ എന്ന്. മനസ്സിലായി. അപ്പോൾ എന്താ ഞാൻ എന്നെ വിളിച്ചില്ല സാർ, എന്നെ വിളിച്ചില്ല. ആര് പറഞ്ഞു? വർക്കിന് വേണ്ടിയിട്ട് വിളിച്ചപ്പോഴത്തേക്ക് തിരക്കാണ്
എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് തിരക്കുണ്ടെങ്കിലും നമ്മൾ അദ്ദേഹത്തിൻ്റെ വർക്കിലോട്ട് പോകാനായിട്ട് നമ്മൾ ആഗ്രഹിച്ച് നിൽക്കുന്ന ഇതാണ്. അപ്പം വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ആരെയാണോ വിളിക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ചത് അയാൾ വിളിച്ചില്ല. അവര് വിളിക്കുന്നത് അവര് മറ്റ് ചിലപ്പോൾ അവർക്ക് അതിൽ നിന്ന് വേറൊരാൾ ചിലപ്പോൾ അവർക്ക് നമുക്ക് കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവാം. എനിക്ക് അത്തരം കാര്യങ്ങളോട് ഇടനില നിന്ന ആള് എത്തിച്ചില്ല എന്നുള്ളതാണ്. അത് അത്തരം കാര്യങ്ങൾ സ്ഥിരമായിട്ട് നടക്കുന്നുണ്ടാവും. അതൊരു കാസ്റ്റിംഗ് കൗച്ച് പോലത്തെ ഒരു പരിപാടി അല്ലേ? അപ്പം ഇനി അവസരങ്ങൾ ചോദിച്ചു നോക്കും ആൾക്കാരോട്. ഇല്ല ഇല്ല, ഞാൻ കാണുന്ന എനിക്ക് അറിയാന്നുള്ള അല്ലെങ്കിൽ അത്തരം ആൾക്കാർ ഡയറക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ ഞാൻ സംസാരിക്കുമ്പോഴത്തേക്ക് പറയാറുണ്ട്. സിനിമയില് സുഹൃബന്ധങ്ങളില്ല. എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ്, എല്ലായിടത്തും സംസാരിക്കാറുണ്ട്. അങ്ങനെ ഒരു സുഹൃത്ത് വലയം എന്നാണ് ഒരു ഗ്രൂപ്പ്, അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഞാൻ ഇതുവരെ ഭാഗമായിട്ടില്ല. എല്ലാരും ഹൈ ബൈ മാത്രമേ. പിന്നെ ഞാൻ എന്താണ് മറിമായം പ്രോഗ്രാമിലുള്ള അവരൊക്കെ ഫാമിലി പോലെയാണ്. അവരുമായിട്ടൊക്കെ എപ്പോഴും നല്ല അടുപ്പമുണ്ട്, കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. പിന്നെ ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ മീറ്റിംഗ് ഒക്കെ വരുമ്പോഴത്തേക്ക് കാണാറുണ്ട്, മൂവിയുടെ വർക്കൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനെ സംസാരിക്കണം. പിന്നെ സ്ഥിരം ഒരു ഗ്രൂപ്പ് എനിക്കില്ല. പക്ഷെ സ്നേഹം സംബന്ധിച്ചിട്ട് സ്നേഹന്റെ ഞാൻ പോകുന്ന എല്ലാ സെറ്റിലും വരാറുണ്ട്. ആ കാര്യം എല്ലാവരെയും അറിയാം. അപ്പോൾ അവരുമായിട്ടൊക്കെ ഒരു സൗഹൃദം സ്ഥാപിക്കാനും, അല്ലെങ്കിൽ സൗഹൃദം സ്ഥാപിക്കാന്നല്ല, സുഹൃത്തുക്കളാണ് എല്ലാവരും സ്നേഹം സംബന്ധിച്ചിട്ട്. അതുകൊണ്ട് എനിക്ക് വലിയ ഒരു പ്രത്യേകമായിട്ട് സുഹൃത്തുക്കളെ ഉണ്ടാക്കേണ്ട കാര്യമില്ല. സ്നേഹം കാണാൻ വരുന്ന കൂട്ടുകാരികളോ അല്ലെങ്കിൽ ഫ്രണ്ട്സ്, ബാക്കിയുള്ള ആൾക്കാരോ എല്ലാവരും എൻ്റെയും സുഹൃത്തുക്കളാണ്. ചേച്ചിയുടെ ഇടയ്ക്ക് സിനിമ വന്നിരുന്നു പഞ്ചായത്ത് ജെട്ടി എന്നുള്ളത്. അത് മറിമായം ടീമിന്റെ ആയിരുന്നു. അപ്പൊ അതിന്റെയും ഭാഗമാകാൻ കണ്ടില്ല. അല്ല, അതിന് ഭയങ്കര പരിമിതികൾ ഉണ്ടായിരുന്നു. അത് ആ സിനിമ കണ്ടിരുന്നോ? സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളൊക്കെ ഉൾപ്പെടാൻ വേണ്ടി, അതായത് നമ്മുടെ ഒരു സിനിമയാണ് എന്ന് വെച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ ചെയ്തൊരു സിനിമയാണ്. അപ്പം അതിൽ ഇപ്പം നമ്മൾ ശ്രീനെയൊക്കെ വിളിക്കുമ്പോൾ എന്താ വെച്ചാൽ അവിടെ നമ്മൾ കാണുന്നത് വെച്ചാൽ മറിമായം ടീമിൽ നിന്നുകൊണ്ട് ഒരു സിനിമ ചെയ്യുന്നു. അതിലേക്ക് നമ്മൾ ഒരാളെ വിളിക്കുമ്പോൾ അയാൾക്ക് നല്ലൊരു ക്യാരക്ടർ വേണം. അപ്പൊ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നോ? അതെ, അത് ശരിയാണ്. പക്ഷെ എന്നാലും എല്ലാവരും ഉള്ള പോലത്തെ ഒരു ഫീല് നമുക്ക് തോന്നി ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും ഇപ്പം എന്താ പറയാ, അങ്ങനെ ഒരു ഭയങ്കരമായി ചെയ്യാനുള്ള ഒരു ക്യാരക്ടറൊന്നും നമുക്ക് വിളിച്ച് കൊടുക്കാൻ അതിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു. ഡിസ്കഷനും സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അതിലൊക്കെ ശ്രീ ഉണ്ടായിരുന്നു. അപ്പൊ ശ്രീക്ക് തന്നെ അത് അറിയുന്ന കാര്യമാണ്. നമ്മളൊരാളെ വിളിക്കുമ്പോൾ എന്തെങ്കിലും അതിൽ പെർഫോം ചെയ്യാൻ വേണം. അല്ലെങ്കിൽ ഇപ്പോൾ വെറുതെ അതിൽ കൂടെ നടക്കാം, അല്ലെങ്കിൽ ഒരു ഓട്ടോ ഓടിക്കാം എന്നൊക്കെ പറയുന്ന അങ്ങനെയല്ലല്ലോ. മനസ്സിലായി. ഈ സംഭവത്തിന് ശേഷം ബാലുചേട്ടനുമായിട്ട് കോണ്ടാക്ട് ചെയ്യോ, അല്ലെങ്കിൽ ബാലുചേട്ടൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയോ, എന്തെങ്കിലും ചെയ്തിരുന്നു? ഓ, പുള്ളിക്ക് ഒരു കുഴപ്പമില്ല, അവിടെ അങ്ങനെ ഡെയിലി വിളിക്കാറുണ്ട്. ഡെയിലി മുമ്പ് ഈ നിങ്ങൾ എപ്പിസോഡൊക്കെ അല്ലെങ്കിൽ പ്രോഗ്രാം നടക്കുന്ന സമയത്തൊന്നും ഞങ്ങൾ അധികം കോണ്ടാക്ട് ചെയ്യുന്നത് അവിടെ നിൽക്കുകയല്ലേ. അപ്പോൾ കാണാറുണ്ട്, നേരിട്ട് കാണാറുണ്ട്. ഇപ്പൊ കാണാത്തത് കൊണ്ട് ഞങ്ങൾ ഡെയിലി രാത്രി വിളിക്കും. രാത്രി എന്നും വിളിച്ച് സംസാരിക്കും, കാര്യങ്ങളൊക്കെ പറയും, പുതിയ പ്രോജക്റ്റുകളെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കും. പുള്ളി ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ കുറച്ച് നല്ലൊരു ഇതായിരുന്നു, നല്ല കുറച്ചുകൂടെ സെറ്റപ്പായി. അത് ഇത് വരുന്നതിന് മുമ്പേ പുള്ളി തുടങ്ങി കേട്ടോ. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. അതിന്റെ അഡിക്റ്റാന്ന് തോന്നുന്നു. എങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ കുറയ്ക്കാവുന്ന എന്നെയൊക്കെ ഇടയ്ക്ക് വിളിക്കുമ്പോ സമയത്ത് ഞങ്ങൾ ഈ ഷൂട്ട് നടക്കുന്ന സമയത്ത് പുള്ളി ഫ്ലാറ്റിൽ പോയിട്ട് ഒറ്റയ്ക്ക് കുക്ക് ചെയ്ത് കഴിച്ചിട്ട് തിരിച്ചു വരും. ഇപ്പം സെറ്റിലെ ഫുഡ് ഞങ്ങൾ ചിലപ്പം കഴിക്കാറില്ല. പുറത്ത് പോയിട്ട് ഇവിടെ ഫ്ലാറ്റിൽ പോയിട്ട് കഴിച്ചിട്ട് വരും. വളരെ ഹെൽത്തി ഫുഡ് നോക്കുന്ന ആളാണ്. അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് അങ്ങനെ മാറുമോ എപ്പോഴെങ്കിലും? പിന്നെ ഉറപ്പായിട്ടും അങ്ങനെയുള്ള മാറ്റങ്ങളിലൂടെ ഞാൻ പൊക്കോണ്ടിരിക്കുന്നു. കുറച്ച് സമയം എടുക്കും എന്നുള്ളതാണ്. സമയം എടുക്കും. എഴുത്തിൽ താല്പര്യം ഉണ്ടായിരുന്നില്ലേ? ഇല്ല, എഴുതുന്ന ആള് ഇദ്ദേഹമാണ്. അല്ല, പക്ഷെ ശ്രീ പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. പാട്ട് പാടുകയും ചെയ്യുമല്ലോ, പാട്ടൊക്കെ പാടും.
അപ്പൊ നമുക്ക് ഇതിനെ ഒരു ഹാപ്പി എൻഡിങ്ങിലേക്ക് കൊണ്ടുപോകാം. നമുക്കൊരു പാട്ട് പാടി അവസാനിപ്പിച്ചാലോ രണ്ടുപേരും കൂടെ? എന്നും ഇവിടെ നിൽക്കാൻ അനുവദിക്കൂ, പാടുവാനായി വന്നു നിന്റെ പടിവാതിൽക്കൽ, ചൈത്ര ശ്രീപദങ്ങൾ പൂക്കൾ തോറും ലാസ്യമാടുമ്പോൾ, ഏതു രാഗം ശ്രുതി താളം എന്നതോർക്കാതെ ഞാനാ വീണയിൽ പൊന്നിഴ പാകി നീട്ടിടുന്നാരോ, പാടുവാനായി വന്നു നിന്റെ പടിവാതിൽക്കൽ. പുതുമഴക്കുളിരിൽ പുന്നില മുഴുത മാദകമാം ഗന്ധം വഴിയുമി വഴി വന്ന കാറ്റാലഹരി നുകരുമ്പോൾ, നിമിഷപാത്രത്തിൽ ആരി അമൃത് പകരുന്നു, എന്നും ഇവിടെ നിൽക്കാൻ അനുവദിക്കൂ, പാടുവാൻ മാത്രം, പാടുവാനായി വന്നു നിന്റെ പടിവാതിൽക്കൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാ. ആണോ? ഇടയ്ക്ക് ചേച്ചി നോക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ചേച്ചിയുടെ ഒരു ബിസിനസ് സംരംഭം ഉണ്ട്, യൂട്യൂബ് ചാനലുണ്ട്, ഒക്കെ ഉണ്ട്. നമുക്ക് അതിനെ പറ്റി കൂടെ ഒന്ന് സംസാരിച്ച് നിർത്താം. അതെ, എൻ്റെ ഓസ്കി എന്നാണ് എൻ്റെ പേര്. ഈ ഓസ്കി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? ഓസ്കി ആക്ച്വലി എൻ്റെ പെറ്റിൻ്റെ പേരാണ്. ഓസ്കാർ എന്നാണ് അവൻ്റെ പേര്. ബീഗിളാണ്. അവനെ വീട്ടിൽ നമ്മൾ വിളിക്കണം ഓസ്കി എന്നാണ്. അപ്പോൾ എൻ്റെ ഡിസിഷനൊക്കെ പെട്ടെന്നായിരിക്കും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഗതി തുടങ്ങണം എന്ന് തോന്നി. ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു, പിറ്റേ ദിവസം രാവിലെ അതിനൊരു പേര് വേണം, ഓസ്കി. അങ്ങനെ ഇട്ടു. പിന്നീടാണ് കേട്ടോ അതിൻ്റെ മീനിങ് ആരോ ഇതുപോലെ ചോദിച്ചപ്പോഴാണ് എന്താ അതിൻ്റെ മീനിങ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ലതൊക്കെ തന്നെയാണ്, എന്തോ ദൈവികമായ എന്തോ സംഗതിയൊക്കെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഓസ്കി ഡിസൈൻസ് എന്നുള്ള പേര് വന്നത്. അപ്പോൾ അത് ഞാൻ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, വാട്സാപ്പിൽ കൂടിയൊക്കെയാണ് അതിൻ്റെ സാരികളാണ് കൂടുതലും. പക്ഷേ ഇപ്പം നമ്മൾ ഡ്രസ്സുകളും ഫങ്ഷണൽ വെയറും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ദ സ്പേസ് എന്ന് പറയുന്ന ഒരു മൾട്ടി ബ്രാൻഡ് സ്റ്റോറുണ്ട് പനമ്പള്ളി നഗർ. അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓസ്കിയുടെ ഒരു സ്റ്റോറുണ്ട്. അപ്പം ഇനി നേരിട്ട് പർച്ചേസ് ചെയ്യണം എന്നുള്ളവർക്ക് അവിടെ ചെയ്യാം. പിന്നെ കൂടെ ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ വീഡിയോസ് കാണുന്ന ആളാണ്, സാരീസും കാണാറുണ്ട്, എനിക്കിഷ്ടമാണ്. ഞാൻ ചേച്ചിയോട് ഓൾറെഡി പറഞ്ഞ ആരാണ്, കഴിഞ്ഞ ദിവസം ഇട്ട ചുരിദാറിന്റെ അപ്ഡേറ്റ് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല കളറും നല്ല സെലക്ഷൻസ് ആണ്. അപ്പം അതെ, അപ്പം അതൊക്കെ നമ്മുടെ ഇതും ഇപ്പോഴത്തെ ഇതുമൊക്കെ നമ്മളുടെ പുതിയ കളക്ഷനിൽ വരുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ റെയർ ആയിട്ടുള്ള കളേഴ്സ് ഡൈ ചെയ്തിട്ട് നമ്മൾ തന്നെ ചെയ്യണ ഡ്രസ്സുകളാണ്. അപ്പം ഓണമാണ്, പ്രേക്ഷകർക്കാർക്കെങ്കിലും അതെ, ഓണത്തിന് നമ്മുടെ പുതിയ കളക്ഷൻസ് ഉടനെ ഓൺലൈനിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ഇനി പനമ്പള്ളി നഗറിലും ഉണ്ടാവും. അപ്പൊ ആർക്കെങ്കിലും നേരിട്ട് പോകണമെങ്കിൽ പോവാം. അല്ലെങ്കിൽ ചേച്ചിയുടെ നമ്പർ ഉണ്ടാവും. ഞങ്ങൾ ഇവിടെ കൊടുക്കില്ല, ചേച്ചിയുടെ ഇൻസ്റ്റയിലുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അത് ഉള്ളതാണ്, ഓസ്കി ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട്. വാട്സപ്പിലേക്ക് നേരെ ലിങ്ക് ഉണ്ട്, അതിൽ നിൽക്കിയാൽ നേരെ വാട്സപ്പിൽ വന്ന് ചാറ്റ് ചെയ്യുക, വാങ്ങാം. ഓക്കെ, അപ്പം വളരെ സന്തോഷം. കുറേ നാൾ സംസാരിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എനിക്ക് കിട്ടുന്നത്. കുറച്ച് നാളായിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ചേട്ടനെ ഫോൺ വിളിച്ചാലും കണ്ടു കിട്ടാനൊക്കെ പാടുണ്ട്. ചേച്ചിനെ ഞാൻ ഇടയ്ക്ക് വിളിച്ചപ്പോഴത്തേക്ക് നമുക്ക് പിന്നീട് ആവാന്ന് പറഞ്ഞു. പക്ഷെ എല്ലാം കൂടെ ഒത്തത് ഈ സമയത്താണ്. എങ്കിൽ താങ്ക് യു സോ മച്ച്. താങ്ക് യു.